കോഴിക്കോട് പതിയാരക്കരയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിനെ ബൈക്കിൽ പിന്തുടർന്നെത്തി കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി പിടിയിലായിരുന്നു. പതിയാരക്കര സ്വദേശി മുഹമ്മദ് റിനാസ് ആണ് പിടിയിലായത്. ബുധനാഴ്ച രാത്രിയായിരുന്നു ഈ ആക്രമണമുണ്ടായത്. സിനോജ് തോമസ് നൽകും വിശദാംശങ്ങൾ. സിനോജ്, എങ്ങനെയാണ് പ്രതിയെ പിടികൂടിയത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമാകുന്നത്? ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് സംഭവം നടക്കുന്നത്. ഭിന്നശേഷിക്കാരനായ സിറാജും സുഹൃത്തും ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു. ആ സമയത്ത് അവർക്ക് പിന്നാലെ മറ്റൊരു ബൈക്കിൽ വന്ന പ്രതിയായ റിനാസ് ഈ ബൈക്ക് യാത്രക്കാരായ സിറാജിനെയും സുഹൃത്തിനെയും തടഞ്ഞു നിർത്തി അതിനുശേഷം ആക്രമിക്കുകയായിരുന്നു. പ്രതിയായ റിനാസ് കയ്യിൽ കരുതി ആയുധം ഉപയോഗിച്ചുകൊണ്ട് സിറാജിന്റെ പുറകുവശത്താണ് കുത്തിയത്. പുറത്തും കഴുത്തിനും ചെവിയിലെല്ലാം തന്നെ കുത്തി പരിക്കേൽപ്പിച്ചു. ബഹളം വെച്ചതോടുകൂടി സിറാജും സുഹൃത്തും ബഹളം വെച്ചതോടുകൂടി അവിടെ ഓടിയെത്തിയ പ്രദേശവാസികൾ ആണ് ഇവരെ സഹായിച്ചത്. അങ്ങനെ പ്രദേശവാസികൾ ഓടിയെത്തിയ ഘട്ടത്തിൽ പ്രതിയായ റിനാസ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. നാട്ടുകാർ ചേർന്നാണ് സിറാജിനെ വടകര സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. സിറാജിന്റെ ചെവി കുത്തേറ്റ് മുറിഞ്ഞ് തൂങ്ങിയ നിലയിലായിരുന്നു. നിലവിൽ വടകര സഹകരണ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് പ്രതിയായ റിനാസിനെ പിടികൂടുന്നത്. സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സിറാജുമായുള്ള വ്യക്തിവൈരാഗ്യമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന് പ്രതിയായ റിനാസ് നൽകിയിരിക്കുന്ന മൊഴി. ശരി.